അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കാട നിറച്ചത് റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. LCHF വിരുന്നുകാരൊക്കെ വരുമ്പം നമുക്ക് സ്പെഷ്യലായിട്ട് നൽകാൻ പറ്റിയ ഒന്നാണിത്. ഇത് മുഴുവൻ കാടയ്ക്കകത്ത് കുറച്ച് സ്റ്റഫിങ് വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഈ പൊരിച്ച മസാലയിൽ കുറച്ച് പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് ജാതിക്കയുടെ ടേസ്റ്റാണുള്ളത്, അതേപോലെ മസാലക്കകത്തും. അപ്പോൾ പെട്ടെന്ന് തോന്നും ജാതി ടേസ്റ്റ് നന്നാവും എന്നൊക്കെ, പക്ഷെ അങ്ങനെയല്ല, ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാട ആദ്യം ഒന്ന് മസാല പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾ, ഒരു കഷ്ണം ചെറുനാരങ്ങ, കുരുമുളക്, മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും വേണം. പിന്നെ ഞാൻ കുറച്ച് ജാതിക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണോളം ഉള്ളൂ. അപ്പോൾ ഇനി എല്ലാ സ്പൈസസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കടയിൽ ചെറുതായിട്ട് 2-3 വരയിൽ കൊടുത്താൽ സ്പൈസസൊക്കെ ഉള്ളിലേക്ക് കടക്കാൻ നല്ലതായിരിക്കും കേട്ടോ. ഇതുപോലെ മസാല പുരട്ടുമ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ വേണം. ഞാനൊരു 1/4 ടീസ്പൂണോളം ജാതിക്കപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ മസാല മിക്സ് ചെയ്യുമ്പം കടയുടെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ, മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇത് മാറ്റി വെക്കാം, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഉള്ളിലേക്ക് വേണ്ട സ്റ്റഫിങ് തയ്യാറാക്കാം. സാധാരണ ചോറൊക്കെയാണ് കോഴി നിറച്ചതിൻ്റെ ഉള്ളിലേക്ക് തയ്യാറാക്കാറുള്ളത്. കിഴങ്ങും ചോറും ഒന്നും ഉപയോഗിക്കാതെ ഒരു കഷ്ണം ബ്രൊക്കോളി തണ്ടും ഒരു മുട്ട പിഴിഞ്ഞതിൻ്റെ പകുതിയാണ് ആവശ്യമുള്ളത്. കാടമുട്ടയാണെങ്കിൽ 2 കാടമുട്ട പുഴുങ്ങിയത് എടുത്താൽ മതി കേട്ടോ. ബ്രൊക്കോളി തണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കോളിഫ്ലവറിൻ്റെ തണ്ട് നന്നായിട്ട് വേവിച്ചിട്ട് അതൊരു പീസ് എടുത്താലും മതി. പിന്നെ വേണ്ടത് ഒരു 3 സ്പൂണോളം സവാള, ചെറിയുള്ളി ആണെങ്കിൽ ചെറുതാക്കിയിട്ട് ഒരു 8 എണ്ണം അരിഞ്ഞെടുക്കുക. പിന്നെ എരിവിനുള്ള പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത്. ഈ മസാലയിലേക്കുള്ള എരിവിനുള്ള പച്ചമുളക് മതി. പിന്നെ സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുള്ളത് മഞ്ഞൾ, ഇത്തിരി ഗരം മസാല, അതേപോലെ ഒരു 1/4 ടീസ്പൂണ് ജാതിക്ക പൊടിച്ചത്, പിന്നെ കുരുമുളക് പൊടിയും. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം. കോഴിമുട്ടയും ബ്രൊക്കോളിയും പുഴുങ്ങി എടുത്തിട്ടുണ്ട്. കോഴിമുട്ട നന്നായിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇത് തയ്യാറാക്കിയപ്പോൾ ഞാൻ മുഴുവൻ മുട്ടയും മുറിച്ചെടുത്തു, അതേപോലെ ബ്രൊക്കോളിയുടെ തണ്ട് പുഴുങ്ങിയത് മുഴുവനും എടുത്തു. ശേഷം നിറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ പകുതി മതിയാകുമെന്ന് മനസ്സിലായത്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ബാക്കി വന്ന ഈ സ്റ്റഫിങ് ഞാൻ ദോശയിലേക്കാണ് കഴിച്ചത്. സാധാരണ നമ്മൾ മസാല ദോശയിലേക്കൊക്കെ കിഴങ്ങ് കിട്ടില്ലേ, ആ ഒരു ടേസ്റ്റിൽ നമുക്കിത് ദോശയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്ത മുട്ട മുഴുവനും മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഈ മുട്ട ബ്രൊക്കോളി തണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രൊക്കോളി തണ്ട് ഞാൻ ഒരു വിസിൽ പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ബ്രൊക്കോളി വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു കിഴങ്ങ് പോലെയാണ്, കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റാണ്. കിഴങ്ങിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി സ്പൈസസ് ആയിട്ടുള്ള ജാതിക്ക പൊടിച്ചത്, പിന്നെ മഞ്ഞൾ ചേർത്ത് കൊടുത്തു, പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തു, പിന്നെ കുരുമുളക് പൊടി എരിവിൻ്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ആദ്യം ഒന്ന് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാടയുടെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കണം. അപ്പോൾ അതാ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കാട ഇവിടെ ഇരിപ്പുണ്ട്. അതെടുത്തിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗത്തുള്ള ഹോളിൽ കൂടി നമുക്ക് ഈ മാവ് കുറേശ്ശെ ഉള്ളിലേക്ക് തള്ളി നീക്കി കൊടുക്കാം. സാധാരണ നിറച്ച കോഴിയൊക്കെ ചെയ്യുമ്പം അതിനകത്തേക്ക് ചോറും അല്ലെങ്കിൽ ഒരുപാട് സവാളയും മുട്ടയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വലിയൊരു കാർബിൻ്റെ മസാലയാണ് ഉള്ളിലേക്ക് നിറക്കാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ കോഴിക്ക് പകരം കാടയും എടുത്തു. ഉള്ളിലേക്ക് ഉള്ള കാർബ് സ്റ്റഫിങ്ങിന് പകരം ലോ കാർബായിട്ടുള്ളൊരു സ്റ്റഫിങ് തയ്യാറാക്കുകയും ചെയ്തു. അപ്പോൾ ഇത് 3 ഇവിടെ ഞാൻ നിറച്ച് കഴിഞ്ഞു. ബാക്കിയുള്ളത് മാറ്റി വെക്കാം.
ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കാടയുടെ പകുതി ഫ്രൈ ആയി വരാനുള്ള വെളിച്ചെണ്ണ വേണം കേട്ടോ. കാട മുങ്ങാനുള്ള വെളിച്ചെണ്ണ വേണമെന്നില്ല, പക്ഷെ ഒരു പകുതിക്ക് വേണം വെളിച്ചെണ്ണ. ഇനി കാടയുടെ കാല് തമ്മിൽ കെട്ടിക്കൊടുക്കാം. ഈ കാല് കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പം കാല് രണ്ടും രണ്ട് സൈഡിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ ചരിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. അപ്പോൾ സാധാ ഒരു നൂലെടുത്തിട്ട് കെട്ടിയാൽ മതി. ഇതുപോലെ മൂന്നും കെട്ടിക്കഴിയുമ്പോഴേക്ക് എണ്ണ നമുക്ക് പൊരിക്കാനുള്ള പാകത്തിന് ചൂടായി വരും. ഇനി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനിടാം. കൈ ഇങ്ങനെ ബാക്കിലേക്ക് മടക്കി വെക്കാം കേട്ടോ. എന്നാൽ പിന്നെ കാടയുടെ ബ്രസ്റ്റൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരും. സാധാരണ കോഴി നിറച്ച കോഴിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ടിപ്പാണ്. അതേ ടിപ്പ് ഈ കാട പൊരിച്ചതിനും ഉപയോഗിച്ചു എന്നുള്ളൂ. മൂന്നാമത്തതും അതേപോലെ കൈ മടക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ടിട്ടു. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല തിളക്കുന്ന എണ്ണയാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് മൊത്തത്തിൽ ഫ്രൈ ആയി വരും. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം ഒരു 8 മിനിറ്റോളം ഇരുന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതുവരെ അടച്ചു വെച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയി വരുന്നു. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് കണക്കാക്കിയിട്ട് നമുക്കിത് കോരിയെടുത്താൽ മതി. നന്നായി തിളച്ച എണ്ണയിലേക്ക് ഇട്ടാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിം ലെവലിൽ മതി. ഇപ്പോൾ ഇതിവിടെ 15 മിനിറ്റോളമായി. ഞാനിതിൻ്റെ പുറം ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ഉള്ളിൽ വെച്ച സ്റ്റഫിംഗ് ഒന്നും എങ്ങും പോയിട്ടില്ല, എണ്ണയിൽ പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അതൊക്കെ നല്ല ഭംഗിയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് മൊരിഞ്ഞു വരുമ്പോൾ നല്ലൊരു ജാതിക്കയുടെ മണമാണ്. അപ്പോൾ ജാതിക്ക നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്താൽ വലിയ രുചിയൊന്നും തോന്നില്ല. പക്ഷേ ഇങ്ങനെ ഇതിലൊക്കെ ഇട്ട് കഴിക്കുമ്പം പൊരിച്ചെടുക്കുമ്പോഴൊക്കെ നല്ലൊരു രുചിയും മണമൊക്കെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനെ മുഴുവൻ കാടയായിട്ട് പൊരിച്ചെടുക്കുമ്പോഴാണ് തിന്നാനും കുറച്ച് എളുപ്പം കേട്ടോ. ഇക്കാക്കൊക്കെ അതിൻ്റെ മുള്ളൊക്കെ വാരിമുള്ളൊക്കെ എടുത്ത് തിന്നുമ്പോൾ കുറേ പണിയാണ്. പക്ഷേ ഇങ്ങനെ പൊരിച്ചു കൊടുത്താൽ ആൾക്ക് നല്ല എളുപ്പമാണ് തിന്നാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ വരാനുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. കാടയുടെ ഉള്ളിൽ നിറച്ചെടുക്കണമെന്നില്ല. ഞാൻ പറഞ്ഞ നെട്ട്മഗ് ഉപയോഗിച്ചുകൊണ്ട് മസാല പുരട്ടിയിട്ട് തന്നെ കാട പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. സ്റ്റഫിംഗ് ഒന്ന് തയ്യാറാക്കാൻ വലിയ പണിയൊന്നുമില്ല. ആ മുട്ടയും ബ്രൊക്കോളി തണ്ട് അല്ലെങ്കിൽ കോളിഫ്ലവർ തണ്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണ സമയം മതി. ബാക്കിയൊന്നും നമ്മൾ പിന്നീട് വേവിക്കുന്നൊന്നുമില്ല, അതിലിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.